നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് ആദായനികുതി വകുപ്പ് മരവിപ്പിച്ചു. ഇന്നലത്തെ റെയ്ഡുകൾക്ക് പിന്നാലെയാണ് ആദായനികുതി വകുപ്പിന്റെ ഈ നടപടി. അക്കൗണ്ടിൽ 5 കോടി 10 ലക്ഷം രൂപയാണ് ഉണ്ടായിരുന്നത്. 1998 തുടങ്ങിയ അക്കൗണ്ട് വിവരങ്ങൾ ആദായനികുതി വകുപ്പിന് CPM കൈമാറിയിരുന്നില്ല. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടാണ് ആദായനികുതി വകുപ്പ് മരവിപ്പിച്ചത്. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് ഒരു അക്കൗണ്ടിൽ മാത്രമുള്ളത് 10 കോടി രൂപ. 1998 തുടങ്ങിയ അക്കൗണ്ടിൽ ഇപ്പോൾ ബാക്കിയുള്ളത് 5 കോടി 10 ലക്ഷം രൂപ. ഇതിൽ 1 കോടി രൂപ സ്ഥിര നിക്ഷേപമാണ്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 2-ാം തീയതി അക്കൗണ്ടിൽ നിന്ന് 1 കോടി രൂപ പിൻവലിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം തൃശൂർ ജില്ലാ സെക്രട്ടറിയെ ചോദ്യം ചെയ്തപ്പോൾ മൊഴികളിൽ പല വൈരുദ്ധ്യങ്ങളും കടന്നുവന്നതിനെ തുടർന്നാണ് ആദായനികുതി വകുപ്പ് തുടർ പരിശോധനകളും റെയ്ഡുകളും സംഘടിപ്പിച്ചത്. അക്കൗണ്ടിലുള്ള പണം ചെലവാക്കരുത് എന്ന് ഇൻകം ടാക്സ് നിർദ്ദേശം നൽകി കഴിഞ്ഞു. പണത്തിന്റെ സോഴ്സ് അടക്കമുള്ളവ വ്യക്തമാക്കാൻ ഇൻകം ടാക്സ് ആവശ്യപ്പെട്ടു. ഒന്നും ഒളിപ്പിക്കാനില്ല എന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി M. വർഗീസ് ആവർത്തിച്ചു പറയുന്നു. പക്ഷേ കാര്യങ്ങൾ CPMന്റെ കൈവിട്ടു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ തുടർ പരിശോധനകളും റെയ്ഡുകളും ചോദ്യം ചെയ്യലുകളുമൊക്കെ ശക്തമായി മുന്നേറുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ആദായനികുതി വകുപ്പിന്റെ കടന്നുവരവ്. തൃശൂർ ജില്ലാ സെക്രട്ടറിയെ ചോദ്യം ചെയ്യലിന് ആദായനികുതി വകുപ്പ് വിളിപ്പിച്ചു വരുത്തി. അതിനു പിന്നാലെ കരുവന്നൂർ ബാങ്കിലടക്കം ശക്തമായ റെയ്ഡുകളാണ് ആദായനികുതി വകുപ്പ് സംഘടിപ്പിച്ചത്. പല വ്യാജ അക്കൗണ്ടുകളിലൂടെ CPM അക്കൗണ്ടിലേക്ക് കോടികൾ ഒഴുകി എന്ന ആരോപണമാണ് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉയർത്തിയിരുന്നത്. ഇക്കാര്യം ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ആദായനികുതി വകുപ്പിന്റെ റെയ്ഡുകൾ ചെന്നവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവിനെ 8 മണിക്കൂറിലധികമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇക്കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തത്. EDയും ചോദ്യം ചെയ്യലിന്റെ വിവരങ്ങൾ ആദായനികുതി വകുപ്പിന് കൈമാറി. തിങ്കളാഴ്ച വീണ്ടും ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബാങ്കിൽ നടന്ന ക്രമക്കേടിലും ED ആരോപിക്കുന്ന CPM രഹസ്യ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ചോദ്യം ചെയ്യൽ. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി M. വർഗീസ്, കൗൺസിലർ PK ഷാജൻ എന്നിവർ നാളെ EDയുടെ മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. രാവിലെ 10 മണിയോടെ ഹാജരാകാനാണ് ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ 26 വരെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണമെന്ന് വർഗീസ് ആവശ്യപ്പെട്ടിരുന്നു. എങ്കിലും ED തങ്ങളുടെ നിലപാട് കടുപ്പിച്ചു. കരുവന്നൂർ ബാങ്കിൽ CPMന് 5 രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപണമുന്നയിക്കുന്നത്. ഇക്കാര്യം തങ്ങൾ കണ്ടെത്തി എന്ന് ED ഉറപ്പിച്ചു പറയുന്നു. ഈ അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങളാണ് പ്രധാനമായും വർഗീസിൽ നിന്ന് ED തേടിയത്. ബാങ്കിൽ നടന്ന ബിനാമി വായ്പകളുടെ കമ്മീഷൻ ഈ അക്കൗണ്ട് വഴിയാണ് കൈകാര്യം ചെയ്തത് എന്ന് ED വിശദീകരിക്കുന്നു. കരുവന്നൂർ ക്രമക്കേടിൽ CPM നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ അംഗമായിരുന്നു ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുന്ന കൗൺസിലർ PK ഷാജൻ. അതുകൊണ്ട് തന്നെ മണിമണിയായി ഷാജൻ കാര്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ വ്യക്തമാക്കുമെന്നർത്ഥം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ച് CPM നടത്തിയ അന്വേഷണ റിപ്പോർട്ട് CPMനുള്ളിൽ നിന്ന് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ചോർന്നു കിട്ടി. അതുകൊണ്ട് ഈ റിപ്പോർട്ടിലെ ഉള്ളടക്കത്തിന്റെ പശ്ചാത്തലത്തിൽ കൃത്യമായ ചോദ്യം ചെയ്യലിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിയുന്നു. PK ബിജു വിയർക്കുന്നതും അതുകൊണ്ട് തന്നെ. PK ഷാജന് ചോദ്യം ചെയ്യലിൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന സ്ഥിതിവിശേഷം എത്തിച്ചേർന്നതിന് പിന്നിലും ഈ അന്വേഷണ റിപ്പോർട്ട് തന്നെ. നേരത്തെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ മാത്രമേ ഈ രേഖ അവതരിപ്പിച്ചിരുന്നുള്ളൂ. 31 പേജുള്ള ഇതിന്റെ പൂർണ്ണരൂപം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൈകളിലുണ്ട്. ഇപ്പോൾ ഇക്കാര്യം മനസ്സിലാക്കിയ പാർട്ടി കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ദിവസം പിണറായി വിജയനെ അടക്കം രംഗത്തിറക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. തങ്ങളുടെ കയ്യിലിരിക്കുന്ന രേഖയുടെ അടിസ്ഥാനത്തിൽ PK ബിജുവിനെയും PK ഷാജനെയും ഒക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. ഒപ്പം M. വർഗീസിൽ നിന്നും പല വിവരങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിൽ പുറത്തു കൊണ്ടുവരും. തുടക്കത്തിൽ EDയോട് തങ്ങളുടെ ഒരു അന്വേഷണ റിപ്പോർട്ട് കൈകളിലില്ല എന്ന് പറയണമെന്നാണ് പാർട്ടി നേതൃത്വം ഇവരോട് ശഠിച്ചിരുന്നത്. എന്നാൽ EDയുടെ കയ്യിൽ കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് കണ്ടതോടെ നടുങ്ങിത്തെറിച്ചു നിൽക്കുന്നു CPM പാർട്ടി. ഇതോടെ പ്രതിരോധത്തിൽ നിന്ന് പിന്മാറി ആക്രമണത്തിലേക്ക് കടക്കാനാണ് പാർട്ടിയുടെ ഉന്നത നേതാക്കൾ തൃശൂർ ജില്ലാ നേതാക്കൾക്ക് നൽകിയ നിർദ്ദേശം.
അന്വേഷണ കമ്മീഷനായി പാർട്ടി നിയോഗിച്ചിരുന്നത് പാർട്ടിയുടെ ജില്ലാ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവിനെ തന്നെയായിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജനും അന്വേഷണ കമ്മീഷനിൽ ഉണ്ടായിരുന്നു. ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി ചുമതലക്കാർക്ക് വീഴ്ച പറ്റിയെന്നും ജില്ലാ നേതാക്കൾക്ക് ജാഗ്രത കുറവുണ്ടായി എന്നും അന്വേഷണ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തലുകളുണ്ട്. 2021 മെയ്യിൽ നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ രേഖ ചർച്ച ചെയ്തു. തുടർന്ന് 10 അംഗങ്ങൾക്ക് പകർപ്പ് നൽകി. മറ്റാർക്കും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 10 അംഗങ്ങളിൽ ഒരാളാണ് തൃശൂർ CPM ജില്ലാ നേതാക്കളെ ഒറ്റിയത് എന്ന് വ്യക്തം. ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി യോഗത്തിൽ 2 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ 2 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും പകർപ്പ് നൽകി. മറ്റേരിയ കമ്മിറ്റികളിൽ ഉള്ളടക്കം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാന കമ്മിറ്റിക്കും റിപ്പോർട്ട് നൽകിയിരുന്നു. സാധാരണ ഇത്തരം വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ പാർട്ടി കോടതിയും പാർട്ടി പോലീസ് സ്റ്റേഷനും പരിശോധിക്കുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ ധാർഷ്ട്യത്തോടെ പാർട്ടി ഈ വിഷയം കൈകാര്യം ചെയ്തു. അപ്രതീക്ഷിതമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായ നികുതി വകുപ്പും അന്വേഷണത്തിൽ ഇടപെട്ടതോടെ പാർട്ടിയുടെ കൈവിട്ടു പോകുന്ന കാഴ്ച. അതീവ രഹസ്യമായി തങ്ങൾ സൂക്ഷിച്ച ഈ റിപ്പോർട്ട് മുഴുവൻ എങ്ങനെ ഇഡിക്ക് ലഭിച്ചു എന്നതാണ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. ചോദ്യം ചെയ്യലിൽ ഇത്തരമൊരു റിപ്പോർട്ടുണ്ട് എന്ന കാര്യം മറച്ചുവെക്കണമെന്ന് പാർട്ടി നേതാക്കളോട് ആവശ്യപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സമിതി നേതാക്കൾ ഇനി എങ്ങനെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും? നേരത്തെ പാർട്ടി പത്രത്തിലും പത്രക്കുറിപ്പിലുമൊക്കെ കരുവന്നൂർ ബാങ്ക് അഴിമതിയുടെ പേരിൽ നടപടിയെടുത്തതായി റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടാൽ ഈ ജില്ലാ നേതാക്കൾ തല പുകയ്ക്കുക തന്നെ ചെയ്യണം. ഇത്തരമൊരു റിപ്പോർട്ടുള്ളതായി PK ഷാജൻ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രസംഗിച്ചതിന്റെ രേഖകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പക്കലുണ്ട്. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ ചോദ്യം ചെയ്യൽ അവസാനിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് പാർട്ടി തിരിച്ചറിഞ്ഞു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഇഡിക്ക് പുറമെ ആദായ നികുതി വകുപ്പും വർഗീസിനെ ചോദ്യം ചെയ്തിരുന്നു. ആദായ നികുതി വകുപ്പ് വർഗീസിന്റെ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്. പാർട്ടിയുമായി ബന്ധപ്പെട്ട വ്യാജ അക്കൗണ്ട് വിവരങ്ങളാണ് മുഖ്യമായി MM വർഗീസിൽ നിന്ന് തേടിയത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ CPMന് ബാങ്കിൽ അനധികൃത നിക്ഷേപമുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. പാർട്ടിയുടെ രഹസ്യ അക്കൗണ്ടുകളിലെത്തിയ കമ്മീഷൻ സംബന്ധിച്ച വിവരങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യലിൽ കൃത്യമായ വിവരം നൽകാൻ ജില്ലാ സെക്രട്ടറിക്ക് കഴിഞ്ഞില്ല. ഏരിയ കമ്മിറ്റികളുടെയും ജില്ലാ കമ്മിറ്റികളുടെയും അക്കൗണ്ടുകളിൽ തട്ടിപ്പിലെ പ്രധാന പ്രതി സതീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. കരുവന്നൂർ ബാങ്കിൽ നിന്ന് ബിനാമി വായ്പയെടുത്ത പലരുടെയും അക്കൗണ്ടിൽ നിന്ന് പാർട്ടി അക്കൗണ്ടുകളിലേക്ക് പണം ഒഴുകിയെത്തി. CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കോർപ്പറേഷൻ കൗൺസിലറുമായ PK ഷാജൻ കുടുങ്ങുന്നത് അവിടെയാണ്. മുൻ MP PK ബിജുവിനെ വ്യാഴാഴ്ച 10 മണിക്കൂറോളമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. ഒടുവിൽ രാത്രി വൈകി ബിജുവിനെ വിട്ടയച്ചു. രാത്രി വൈകി ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ PK ബിജു നേരെ തൃശൂർ CPM ജില്ലാ ഓഫീസിലെത്തി. അവിടെ വെച്ച് MM വർഗീസ്, PK ഷാജൻ എന്നിവരുമായി കൂടിയാലോചനകൾ നടത്തി. അതിനുശേഷമാണ് സംസ്ഥാന നേതാക്കളുമായി അവർ ബന്ധപ്പെട്ടത്. കരുവന്നൂർ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണക്കണക്കുകളും വ്യാജ അക്കൗണ്ട് വിവരങ്ങളുമൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കൈകളിൽ ലഭിച്ചു എന്ന് ബോധ്യമായതോടെ ഇപ്പോൾ നേതാക്കളുടെ മൂട്ടിൽ തീ പിടിച്ചിരിക്കുകയാണ്. ഇത് തൃശൂർ ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല എന്നതാണ് പാർട്ടിയുടെ വേവലാതി. മറ്റ് ജില്ലകളിലേക്കും അന്വേഷണം കത്തിപ്പടർന്നാൽ അത് താങ്ങാവുന്നതിലും അധികമായിരിക്കും CPMന്. തെരഞ്ഞെടുപ്പ് ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് തന്നെ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചിരിക്കുന്നത്. ഈ നടപടി മറ്റ് ജില്ലകളിലേക്ക് കൂടി പടർന്നാൽ അത് CPMന്റെ അസ്ഥിവാരം തോണ്ടും. തെരഞ്ഞെടുപ്പ് വിധി എന്തുമാകട്ടെ, CPMന്റെ വിധി നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞുവെന്നാണ് BJP ഇപ്പോൾ വിശദീകരിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തട്ടിപ്പിന്റെ അസ്ഥിവാരം മാന്തി പുറത്തിടും എന്നവർ പറയുമ്പോൾ വിശ്വസിക്കാനേ കേരളത്തിന് കഴിയൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.